കഥ ഭാര്യ. രചന ജാനിക ഭാഗീരഥി. അവതരണം ഷാഹുൽ മലയിൽ. പുറത്ത് തുള്ളിക്കൊരു കുടം കണക്കെ കോരിച്ചൊരിയുന്ന മഴ ഉമ്മറത്തെ കസേരയിലേക്ക് എറിച്ചിൽ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവൻ ആ കസേരയിൽ നിന്ന് എണീക്കാൻ തോന്നിയില്ല. അവിടമാകെ നിറഞ്ഞു നിന്നിരുന്ന ശ്മശാന മൂകതയെ ഭേദിച്ചു വന്ന ആ മഴ അവനൊരു കണക്കിന് ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ അവയൊക്കെ തൻ്റെ ഓർമ്മകളുടെ ആഴപ്പരപ്പ് അളന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. മഴയുടെ ശക്തി കൂടി വരുന്നു. പോരാത്തതിന് നല്ല തണുപ്പ്. അവൻ ഇരിപ്പിടം ഉപേക്ഷിച്ച് അകത്തേക്ക് കയറി മുറിയിലേക്ക് നടക്കും വഴി അടുക്കളയിലേക്ക് നോക്കി. ഇന്ന് പരാതിപ്പെട്ടി തന്നെയുള്ള ദേഷ്യങ്ങൾ തീർക്കാൻ പാത്രങ്ങളും നിറഞ്ഞു പൊട്ടിക്കുന്നില്ല. സാധാരണ മോൻ അലങ്കുലമായിട്ടിടാറുള്ള മുറികളൊക്കെ അവൾ നന്നായി വൃത്തിയാക്കിയിട്ടുമുണ്ട്. വൃത്തി പോരാന്ന് പറഞ്ഞ് താനെന്ന് അവളെ ശകാരിക്കാറുണ്ട്. അതാകും അവളെല്ലാം അടുക്കി ഒതുക്കി വെച്ചത്. ഒരു കണക്കിന് താൻ എന്തൊരു മനുഷ്യന്. കുസൃതിയായ മോനെയും വെച്ച് അവൾക്ക് ഈ വീട്ടിൽ ചെയ്യാവുന്ന ജോലികൾക്ക് പരിധിയുണ്ടെന്ന് താൻ ഒരിക്കൽ പോലും ഓർത്തില്ലല്ലോ. എപ്പോഴും കൊച്ചു കൊച്ചു കുറ്റങ്ങൾ കണ്ടെത്തി താൻ അവളെ ശകാരിക്കും. പലപ്പോഴും മാറിയെന്ന് കരയുന്ന അവളെ ചേർത്ത് നിർത്തി ഓട്ടടി, ഏട്ടൻ വെറുതെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും താൻ മുതിർന്നിട്ടില്ല. പാവം, അവളെങ്ങനെ സഹിക്കുന്നു എന്നെ. അവൻ സ്വയം പിറുവിറുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി കട്ടിലിരുന്നു. തൊട്ടടുത്ത് തൻ്റെ ഫോൺ കിടക്കുന്നു. ഇന്നത്തെ ദിവസം താൻ ആ ഫോൺ തൊട്ടിട്ടേയില്ലെന്നുള്ള സത്യം അവൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഈ ഫോൺ കയ്യിലില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അവൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഏട്ടന് ഈ ഫോണാണോ ഞാനാണോ വലുതെന്ന്. അപ്പോഴും ഉത്തരം എന്തെന്നറിയാതെ താൻ കുഴഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ആ ഫോൺ ഒരു നിമിഷത്തേക്ക് പോലും മാറ്റിവെക്കാൻ തനിക്ക് തോന്നിയിട്ടുമില്ല. എപ്പോഴും അവൾ പരാതി പറയുന്നത് താൻ ഏതു നേരവും സോഷ്യൽ മീഡിയാസിലാണെന്നാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ. പിന്നെയുള്ള പ്രശ്നം തൻ്റെ കൂട്ടുകാരികളായിരുന്നു. അവൾക്കാണെങ്കിൽ അവരോടും താൻ അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഒരു കണക്കിന് അവരോടൊക്കെ പരിധിയിൽ കൂടുതൽ സംസാരിക്കാൻ പോയ താൻ ശുദ്ധനും അവൾ സംശയരോഗിയുമായി തൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ താൻ ഒരു കാര്യം മറന്നിരുന്നു. എല്ലാം ത്യജിച്ച് തന്നോടൊപ്പം തൻ്റെ സ്നേഹം നേടി തന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്നവളാണ് അവളെന്ന്. അവളുടെ ഇത്തരം പരാതികൾ തന്നോടുള്ള സ്നേഹത്തിൻ്റെ സൂചകങ്ങളായിരുന്നുവെന്നും ഒരിക്കൽ തൻ്റെ ഒരു പെൺസുഹൃത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി താൻ അവൾക്ക് മുമ്പിൽ വാചാലനായി. അവളിലും സുന്ദരി തൻ്റെ കൂട്ടുകാരിയാണെന്ന് അവൾക്ക് മുമ്പിൽ തർക്കിച്ച്. സത്യത്തിൽ കൂട്ടുകാരി തന്നെയാണ് സുന്ദരി എന്നറിയാമായിരുന്നിട്ടും അവൾ തന്നോട് പിണങ്ങി മാറി നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അവൾ തനിക്കരികിൽ വന്നിരുന്നില്ല. താൻ അപ്പോഴും മറന്നുപോയൊരു സത്യമുണ്ട്. ഒരിക്കലും തൻ്റെ ഭാര്യ അവൾക്ക് ഇഷ്ടമില്ലാത്തവരുമായി താരതമ്യം ചെയ്യരുതെന്ന്. അന്നത്തെ അവളുടെ മറുപടി ഇന്നും കാതിൽ മുഴങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. എങ്കിൽ പിന്നെ ഏട്ടനെ അവളെ കെട്ടിക്കൂടായിരുന്നോ? എന്തിനാ എൻ്റെ പിന്നാലെ വന്ന്? എനിക്ക് സൗന്ദര്യം കുറവാണെന്ന് അറിയില്ലായിരുന്നോ? ആ ചോദ്യത്തിന് തൻ്റെ ഉത്തരം ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അപ്പോൾ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിരുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നില്ല. വേറെ ആരൊക്കെ താരതമ്യപ്പെടുത്തിയാലും സ്വന്തം ഭർത്താവ് മറ്റൊരുമായി തന്നെ താരതമ്യപ്പെടുത്തി കൊച്ചാക്കുന്ന ലോകത്ത് ഒരു ഭാര്യയ്ക്കും സഹിക്കാവുന്നതിലപ്പുറമാണെന്ന് ആ ദിവസം കൊണ്ട് താൻ മനസ്സിലാക്കി. പലപ്പോഴും കുഞ്ഞിനെ കൊണ്ട് അവൾ പാടുവിടുമ്പോഴും താൻ സുഹൃത്തുക്കളുമായി നർമ്മസല്ലാപത്തിലായിരിക്കും. അപ്പോഴേക്ക് കലിപ്പടിച്ച കണ്ണുകളോട് അവൾ എന്നെ നോക്കിയിരുന്നു. നിസ്സഹായത അവളുടെ കണ്ണുകളിൽ വിറങ്ങലിച്ച് നിന്നത് താൻ ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല. കൂട്ടുകാർക്കൊപ്പം കറങ്ങിയടന്ന് വീട്ടിലെത്തുമ്പോഴും തന്നെ കാത്തിരിക്കുന്ന അവളുടെ വായിൽ നിന്ന് വരുന്ന ശകാരങ്ങളൊക്കെ തനിക്ക് എപ്പോഴും തമാശയായിരുന്നു. അവളെ തന്നെ പഴി പറഞ്ഞ് വീണ്ടും ഫോണിലേക്ക് തന്നെ മടങ്ങിയിരുന്നു താൻ. കുറച്ചു നേരമെങ്കിലും അവൾക്കരികിലിരുന്ന് അവളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ മുടിയിഴകളിൽ തഴുകി തന്നെ നെഞ്ചോട് ചേർത്തിരുത്താൻ തനിക്ക് തോന്നിയിരുന്നുമില്ല. ആ സമയം അത്രയും സുഹൃത്തുക്കളുടെയും പെൺസുഹൃത്തുക്കളുടെയും ഇഷ്ടങ്ങളെ സ്നേഹിച്ച് താൻ ഇരുന്നു. അവളുടെ ഇഷ്ടങ്ങൾ തനിക്ക് വെറും തമാശ മാത്രമായിരുന്നു. ദിനം പ്രതി അവൾ മെലിഞ്ഞുടങ്ങി ക്ഷീണിതയായപ്പോഴും തൻ്റെ അരികിൽ വന്ന് നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞപ്പോഴും ഇത് നീ നേരെ ചോയ ഫുഡ് കഴിക്കാനിട്ടാ, ഫുഡ് കഴിച്ചാൽ ക്ഷീണം പോയിക്കോളും എന്ന് പറഞ്ഞ് മടക്കി അയച്ചിരുന്നു. ആ സമാധാനത്തിൽ വീണ്ടും അവൾ തനിക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ടും താൻ അവളെ വേണ്ട പോലെ പരിഗണിച്ചില്ല. കരുതലും സ്നേഹലാളനകളും നൽകിയിരുന്നില്ല. തൻ്റെ അവഗണനയിൽ മനംനൊന്ത് പിണങ്ങിപ്പോയതാണ് അവൾ. അവളെ തിരിച്ചു വിളിക്കണം. അവൾ തൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നു. ഇനി അവളെ കരയിപ്പിച്ചുകൂടാ. തന്നെ മാത്രം മനസ്സിൽ ആരാധിക്കുന്നവളാണ് അവൾ. തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കരുതൽ അതാണ് തൻ്റെ ഭാര്യ. എന്തോ മനസ്സിൽ ഉറപ്പിച്ച് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴ പതിയെ അകലം പാലിച്ച് തുടങ്ങിയിരുന്നു. എങ്കിലും വെള്ളച്ചാലുകൾ മുറ്റത്താകെ നിറഞ്ഞു നിന്നിരുന്നു. അവൻ അതൊന്നും കാര്യമാകാതെ മുന്നോട്ട് നടന്നു. വീടിൻ്റെ തെക്കുവശത്തെത്തി അവൻ തൊടിയിലേക്ക് നോക്കി. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള മൂവാണ്ടമാവ് നിന്നിടം ഇന്ന് ശൂന്യമാണ്. അവൻ മുന്നോട്ട് നീങ്ങി. ഇന്നലെ വെട്ടിയിട്ട മാവിൻ്റെ ഇലകൾ അവിടെ ഇവിടെയായി ചിതറി കിടക്കുന്നു. മാവ് വെട്ടിയിട്ടതിന് അവൾ വഴക്കിടും. അവളോട് മറുപടി എന്ത് പറയുന്നതോ? അവനാകെ വിഷണനായി മുന്നോട്ട് നടന്നു. ദാ മുമ്പിൽ അവൾ, അതും ആ ഓലപ്പുരയിൽ ഒറ്റക്ക് വെറും 4 കമ്പുകൾ മാത്രം നാട്ടി ഓല മേഞ്ഞിട്ടേക്കുന്നതിൽ അവൾ ഈ രാത്രിയിൽ അങ്ങനെ ഒറ്റയ്ക്കിരുന്നു. അവൻ അവിടേക്ക് നടന്നെത്തി. ദേവു മോളെ, നീ ഏട്ടനോട് പൊറുക്കില്ലേ?
പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു കൊള്ളിയാൻ അവന് മുമ്പിൽ പൊട്ടി വീണു. ആ വെട്ടത്തിൽ അവൻ അവൻ്റെ പെണ്ണിനെ ശരിക്കും കണ്ടു. ഒരു പിടി ചാരമായി തനിക്ക് മുമ്പിൽ അലിഞ്ഞു കിടക്കുന്നു. അതും അവൾക്ക് പ്രിയമായിരുന്ന ആ മാവിൻ കൊമ്പുകൾ തീർത്ത ചിതയിൽ. അവൻ അതിൽ നിന്നൊരു പിടി ചാരമെടുത്ത് നെഞ്ചിൽ ചേർത്ത് ഒരു ഭ്രാന്തനെ പോലെ അലറി. പിന്നീട് അത് അവിടെ ഉപേക്ഷിച്ച് സമനില തെറ്റിയവനെ പോലെ തിരിച്ചു കിടന്നു. പോകും വഴി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവൻ പറഞ്ഞു, എൻ്റെ മോള് ഇനി ഏട്ടനൊരിക്കലും സ്നേഹിക്കാണ്ടിരിക്കില്ല കേട്ടോ. ഇനി പിണങ്ങല്ലേ. മോൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഏട്ടനിനി വേണ്ട. അവൻ മുന്നോട്ട് നീങ്ങി. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവൾക്ക്. അതിൻ്റെ ലക്ഷണമായിരുന്നു ക്ഷീണവും തളർച്ചയൊക്കെ. തിരിച്ചറിയാൻ വൈകിയതുകൊണ്ട് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അശ്രദ്ധ കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ ജീവൻ്റെ പാതിയും തൻ്റെ മോൻ്റെ അമ്മയായിരുന്നവളെയാണെന്ന കുറ്റബോധം അയാളെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. തിരിച്ച് മുറിയിലേക്ക് കയറും മുമ്പ് മുറിയിലേക്ക് കണ്ണുകൾ ചെന്നുടക്കി. അവിടെ അമ്മൂമ്മയുടെ നെഞ്ചോട് ചേർന്ന് തൻ്റെ മോൻ കിടക്കുന്നു. ഒന്നും അറിയാത്ത ആ കുഞ്ഞു കൈകൾ അവൻ്റെ അമ്മയെ തിരയുന്നുണ്ട്. ഇനി അവൻ അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയില്ലാത്ത കുറവ് തൻ്റെ മോൻ അറിയാൻ പാടില്ല. തൻ്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് ഇനി അവന് വേണ്ടി ജീവിക്കണം. അവൾ സ്വപ്നം കണ്ട ജീവിതം മോന് കൊടുക്കണം. അവൾ കുഞ്ഞിനരികിലെത്തി വാത്സല്യത്തോടെ ആ നെറുകിൽ തഴുകി അവനെ വാരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. പാൽമണം വിട്ടുമാറാത്ത ആ കുഞ്ഞി ചുണ്ടുകൾ പാലിന് വേണ്ടി നുണയുന്നുണ്ടായിരുന്നു. അവൻ കുഞ്ഞിനെ തന്നെ നെഞ്ചോട് ചേർത്ത് കിടത്തി ആ മൂർധാവിൽ ചുംബിച്ചു. സാധാരണ അവളാണ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്നത്. അവൻ അവൾ കിടന്നിടത്തേക്ക് നോക്കി. ശൂന്യമായ അവിടെ അവളുടെ ഗന്ധമുള്ളതായി അവന് തോന്നി. അപ്പോഴേക്കും ഒരു കുളിർക്കാറ്റ് അവർക്ക് മീതെ വീശി പറന്നു പോയിരുന്നു.